Mad Max. ടിംബക്ടോ, ഇതൊരു ഷ്രിങ്കിങ് ഗൺ ആണ്. നീ ഇതിലെ ഗ്രീൻ ബട്ടൺ അമർത്തി വേറിന് നേരെ നിറയൊഴിച്ചാൽ വേർ വളരെ ചെറുതായിട്ട് മാറും. അപ്പോൾ പിന്നെ നിനക്കവന് ചെറിയൊരു പെട്ടിയിൽ അടച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനാകും. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായില്ല. ഈ ഗ്രീൻ ബട്ടൺ അമർത്തുമ്പോൾ വീറ് ചെറുതായി മാറുമെങ്കിൽ അപ്പൊ പിന്നെ ഈ റെഡ് ബട്ടൺ അമർത്തിയാൽ എന്തായിരിക്കും ബോസ് സംഭവിക്കുക? ഞങ്ങളെ പഴയതുപോലെ ആക്കടാ തിരുമണ്ട. ബോസേ ബോസേ, നിങ്ങൾ ഇത് എവിടേക്കാ പോയത്? നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയല്ലോ ബോസേ. ബോസേ, ഈ റെഡ് ബട്ടൺ എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ എന്റെ ബോസേ. താഴേക്ക് നോക്കടാ. നീ എന്നെ ഇപ്പൊ ചവിട്ടി കൊണ്ടുപോടാ. ഇത്രയും ചെറിയ പൂച്ചയോ? ഇന്ന് ഞാൻ ഇതിനെ കഴിച്ച് എല്ലാ പൂച്ചകളോടും പ്രതികാരം ചെയ്യും, എന്റെ എലി സഹോദരന്മാർക്ക് വേണ്ടി. ഇങ്ങോട്ട് നോക്കടാ. എടാ മണ്ടാ. ബോസ്, നിങ്ങൾ എവിടെയാണ്? നിങ്ങളെ കാണുന്നില്ലല്ലോ. എവിടെയാണ് ബോസ്? I am mad, very very mad. ബോസ് എങ്ങനെയാണ് ഇത്രയും ചെറുതായി മാറിയത്? അതുമല്ല, എന്റെ തോളത്ത് എന്തിനാ ബോസെ വലിഞ്ഞു കയറിയത്? എടാ ടിംബക്ടോ, ആ ഗണ്ണു വേഗം എന്റെ നേരെ ചൂണ്ട, എന്നിട്ട് ആ റെഡ് ബട്ടൺ അമർത്ത. എന്റെ ജീവിതം കുളം തോണ്ടുവാനാണോടാ നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതാ? വേഗം പോയ വീറിനെ ചെറുതാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക. ഓക്കേ ബോസ്, ഓക്കേ. എന്റെ ലേസർ ബീം ഭയങ്കര ചെറുതായത് കൊണ്ട് ഒരുപാട് അഫക്റ്റ് ആയില്ല. പക്ഷെ ഭാഗ്യം, കുറച്ചെങ്കിലും അഫക്റ്റ് ആയല്ലോ. പിന്നെ വന്നിട്ടുണ്ട്. എനിക്കാണെ ഒന്ന് തൊഴിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. എല്ലാവരും തേനീച്ചയുടെ പുറത്തേക്ക് കയറ്. walkie talkie on. walkie talkie on. ഈ walkie talkie ഉപയോഗിച്ച് അപ്പൂപ്പനോട് സംസാരിക്കാൻ പറ്റില്ലേ? അപ്പൂപ്പനെ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. മാത്രമല്ല, അപ്പൂപ്പന്റെ ശബ്ദത്തിന് ഭയങ്കര സൗണ്ടാ, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ തേനീച്ചയെ നമ്മുടെ വീട്ടിലേക്ക് പറത്താൻ പോവാ. എന്റെ ഭഗവാനെ, അങ്ങേക്ക് ഒരുപാട് നന്ദി. സേഫ് ലാൻഡിംഗ് ആയിരുന്നു, ഒന്നും പറ്റിയില്ലല്ലോ. ഈ ഹോട്ടലിലെ വെജ് വിസ വളരെ നല്ലതാണെന്ന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശരിക്കും നോക്ക്, ഇത് നോൺ വെജ് ആണ്. ഹലോ, അവര് കേൾക്കുന്നേ ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഡ്രിൽ സ്യൂട്ട് ഓൺ. ഡ്രിൽ സ്യൂട്ട് ഓൺ.
രക്ഷപ്പെട്ടേ. ഓക്കെ അളിയ, പിന്നെ കാണാം. താങ്ക് യു ഫോർ ദ പിസ്സ. ഓ നോ, ഇംലിയും ചുൾബുളും ആ ബാഗിനകത്താണല്ലോ. വേറിവിടെ അടുത്ത ഇവിടെ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്. ചുൾബുൾ വേറെ എവിടെ പോയി? ചുൾബുൾ എന്നെ ഇവിടുന്ന് പുറത്തിറക്ക് പ്ലീസ്. Mad Max. ടിംബാക്ടോ, നീ കണ്ടോ എന്റെ പുതിയ കണ്ടുപിടുത്തം? ഈ കാണുന്ന ഈ കൊച്ചു ചെടിയില്ലേ, അത് ഈ റിമോട്ടിൽ ഒരു ബട്ടൺ അമർത്തിയാൽ ഉടനെ വലിയൊരു മരമായി മാറുന്നതാണ്. പിന്നെ ഇതിനെ നടക്കാനും ഓടാനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. ഇതിന്റെ ചില്ലകൾ ആയുധങ്ങളാണ്, പിന്നെ ഇതിന്റെ ഫലങ്ങളും ആയുധങ്ങളാണ്. അതിനകത്തു നിന്ന് ഒരു ഗ്യാസ് പടരും. അത് ശ്വസിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തളർന്നു വീണ് ഉറങ്ങിപ്പോയിക്കൊള്ളും. അപ്പോൾ പിന്നെ ഇവനോട് ഏറ്റുമുട്ടാനായി വീറിന് വന്നല്ലേ പറ്റൂ. അങ്ങനെ വീർ വരുമ്പോൾ ഇത് അവനെ പിടിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഈ ട്രീ വലുതായി കഴിയുമ്പോൾ ഇതിനകത്തൊരു ട്രീ ഹൗസ് കാണാനായി സാധിക്കും. നീ ആ ട്രീ ഹൗസിൽ കയറിയിരുന്ന ഈ റോബോട്ട് ട്രീയെ കൺട്രോൾ ചെയ്യണം ടിബാക്ടോ. ഇതാ അതിന്റെ റിമോട്ട്. Okay, robot tree. Let's start Operation Wheel. ടിംബക്ടു റോബോട്ടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെയെല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുക. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. വാക്യൂം ക്ലീനർ ഓൺ. വാക്യൂം ക്ലീനർ ഓൺ. നമ്മൾ ഇനി ഇവിടെ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. വേറെ റോബോട്ടറിക്ക് അകത്താകും ഉണ്ടാവുക. ബൈ ബൈ ഡോക്ടർ പ്രേം സഹായി. ബൈ ബൈ. നിങ്ങളുടെ വീർ ഇപ്പോൾ എന്റെ കൂടെയാണുള്ളത്. നിങ്ങൾ ഇനി അവനെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. എംലി, നമ്മൾ അവന്റെ പുറകെ പോയേ പറ്റൂ. നമുക്ക് നമ്മുടെ ഇൻവിസിബിൾ സ്പേസ്ഷിപ്പിൽ കയറി അവരുടെ പിന്നാലെ പോകാം. ഇൻവിസിബിൾ സ്പേസ്ഷിപ്പോ? അതെ ചുൽബുൾ, അതിനെ മറ്റാർക്കും കാണാൻ സാധിക്കില്ല. വരൂ. ലേസർ ലൈറ്റ് ഓൺ. ലേസർ ലൈറ്റ് ഓൺ. എവിടെയാണ്? അപ്പൂപ്പ എനിക്ക്
അറിയില്ല. ഞാനൊരു മെറ്റൽ ക്യാപ്സ്യൂളിനകത്ത് കുടുങ്ങിയിരിക്കുക. അത് മുറിക്കാൻ എന്റെ ലേസർ ബീമിനാവുന്നില്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനൊരു ലേസർ കണ്ടെടുത്തുകൊണ്ട് വരാം. അതുപയോഗിച്ച് ഏത് മെറ്റലിനെ മുറിക്കാൻ സാധിക്കും. അപ്പൂപ്പ, എനിക്ക് തോന്നുന്നു ഞാൻ ട്രീ ഹൗസിന്റെ അകത്താണെന്നാ. അതേ വീർ, നീ പറയുന്നത് ശരിയാണ്. മാത്രമല്ല ട്രീ ഹൗസ് പറന്നിരിക്കുകയാണ്. ഞാൻ സ്പേസ് ഷിപ്പിൽ കയറി അങ്ങോട്ട് വരാം. നീ വിഷമിക്കണ്ട. ഞാനിപ്പോ ഈ ഇൻവിസിബിൾ ആക്കാനുള്ള ബട്ടൺ അമർത്താൻ പോവുകയാണ്. അപ്പൊ പിന്നെ നമ്മളെ കാണാൻ ആർക്കും സാധിക്കില്ല. ബോസ് ബോസ്, ഞാൻ വീറിനെ പിടിച്ചു ബോസ്. ആഹ്ലാദിച്ചാട്ടെ ബോസ്, അറമാദിച്ചാട്ടെ. ടിംബാക്ടോ, നീ എനിക്ക് പറ്റിയ പടയാളിയാണ്. ഒരിക്കൽ പോലും തോൽവി സമ്മതിക്കാത്ത ധീരനായ പടയാളി. ടിംബാക്ടോ, ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുകയാണ്. ഞാൻ